ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നാടൻ രീതിയിലുള്ള തീയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ഉണക്ക തേങ്ങയുടെ പീരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറു തീയിലിട്ട് നന്നവണ്ണം വറുത്തെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, കൈ വിടാതെ കേട്ടോ. തിരുമിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഒരേ ലെവലിൽ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേ ഇതായി വരും, മൂപ്പായി വരും. പകുതി തേങ്ങ മൂപ്പായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെരിഞ്ചീരകം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ആയപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ തേങ്ങ ഇത്രയും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ തീയലിനെടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇത്രയും. ഇതേപോലെ ഇനി മൺചട്ടി അടപ്പ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതാണ്, 10-20 ചെറിയുള്ളിയോളം അരിഞ്ഞതാണ്. അതും ഇട്ട് പച്ചമുളക് കീറിയതും കൂടാണ്. അതും ഇട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പയറുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നല്ല കിളുന്ന പയർ. അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് പയറിട്ട് കൊടുത്താൽ കേട്ടോ. ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. ഒരു 3 തക്കാളി അരിഞ്ഞതാണ്. ഇനി ഇതോടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം മത്തങ്ങായി, അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ അങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒത്തിരി വേവില്ലല്ലോ, കിഴങ്ങും മത്തങ്ങയും മാത്രമേ ഉള്ളൂ. മുരിങ്ങയ്ക്കായും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ, പക്ഷെ മുരിങ്ങയ്ക്ക ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഒത്തിരി അങ്ങ് തണുക്കല്ല, ചെറുതായിട്ടൊരു ചൂട് വേണം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതാ മിക്സിയുടെ നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ വെള്ളം തൊടാണ്ട് അരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇനിയും അരപ്പ് നമ്മുടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ അരപ്പിൻ്റെയൊക്കെ അംശമൊക്കെ ഇല്ല, അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തത് കേട്ടോ. നമ്മൾ അരപ്പിനകത്ത് വെള്ളമേ ചേർത്തിട്ടില്ല, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ തുറന്ന് നോക്കിയപ്പം വെന്തോണമെന്ന് നോക്കാം. അപ്പോൾ അതാ കിഴങ്ങൊക്കെ നോക്കിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമ്മുടെ തീയൽ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ശകലം പിരിപുളി, ഒത്തിരി പുളി വേണമെന്നവർക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ഇത് തക്കാളിക്ക് പുളിക്കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ശകലം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മിക്സിയുടെ ജാറ് വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കണ്ടിട്ട് ആവശ്യത്തിന് ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ടായിരുന്നു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അരപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാണ്ട് നോക്കിക്കോണം. ചെറു തീയിലിട്ട് കൊടുക്കാം. അരപ്പൊക്കെ കുറച്ച് നേരം ഇരുന്ന് തിളച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീയൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി കടുക് താളിച്ചൊഴിക്കാവേ. അപ്പോൾ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞാണ്.
3 ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കീറിയതും. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാൻ നല്ലവണ്ണം. നമുക്ക് കഷ്ണങ്ങളൊക്കെ തീയലിന് ആവശ്യമനുസരിച്ച് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം തീയൽ കിഴങ്ങ് മത്തങ്ങ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴണ്ട് വന്ന് നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം മതി ചോറിന്. അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ തീയൽ അടച്ച് വെക്കാം. നമുക്ക് ചോറുണ്ണാൻ നേരത്തേക്കെടുത്ത് തുറക്കാം. 2 പ്ലേറ്റ് ചോറുണ്ണും കേട്ടോ ഇത് കൂട്ടി. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.